വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്ന് നമ്മൾ ഒരു ചുരിദാർ കട്ട് മോഡൽ നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ സാധാ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഈ നൈറ്റി മെറ്റീരിയൽ നമുക്ക് ഹാഫായിട്ടങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ നൈറ്റിക്ക് നമ്മൾ 53 ഇഞ്ച് ലെങ്താണ് കൊടുക്കുന്നത്. ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 54.5 ഇഞ്ച് ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ 7.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ആം ഹോളും 7.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. ചെസ്റ്റ് 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഒരു 2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് എടുത്തു കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു 1.5 ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് 14 ഇഞ്ചാണ്. ഷേപ്പ് പോർഷനിലേക്കുള്ള വിഡ്ത്ത് 9 ഇഞ്ച്. 2 ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് 11 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എ ലൈൻ മോഡലിൽ വരച്ച് കൊടുക്കാം. ഈ പോർഷനിലൂടെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ലെങ്ത് നമുക്ക് 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ആ പോർഷനിൽ നിന്നും ഒരു 3 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ട് നമുക്ക് ഹാഫ് പോർഷനിലേക്ക് 6 ഇഞ്ചാണ്. ഒരു 2 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്യാം. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പോർഷനിലായിട്ടാണ് നമ്മൾ ലെങ്ത് എടുത്ത് അടയാളപ്പെടുത്തിയിരുന്നത്. ആ പോർഷൻ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നൈറ്റിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം ആ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്കും ഒന്ന് വരച്ച് കൊടുക്കാം. നെക്കിന് നമ്മൾ ഈ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്കുള്ള നെക്ക് കട്ട് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് തന്നെ കൊടുക്കാം. നെക്ക് ലെങ്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ബാക്ക് പോർഷൻ്റെ നെക്കും കട്ട് ചെയ്യാം. നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് ഇത്രയുമാണുള്ളത്. വളരെ സിമ്പിളാണ് ചുരിദാർ കട്ട് മോഡൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ നൈറ്റിയുടെ നെക്കിൻ്റെ പോർഷൻ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയുള്ള പോട്ട്ലീസ് എടുത്തിട്ടുണ്ട്. ഈ പോട്ട്ലീസ് നമുക്ക് ഈ പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പോട്ട്ലീസ് നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലോത്ത് എടുത്ത് ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പോട്ട്ലീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിന് ടോട്ടൽ നമുക്കൊരു 4 ഇഞ്ച് വിട്ട് മതിയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു 2.5 ഇഞ്ച് വച്ച് ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തി കൊടുക്കാം. ഹാഫ് ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഈ പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു പോർഷൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പോർഷന് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം.
ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് എടുത്ത് ഈ പോർഷനിലായിട്ട് ഈ ക്ലോത്ത് വച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തിരിച്ച് നമ്മുടെ ഈ നെക്കിൻ്റെ ഷേപ്പിനങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ ഡിസൈൻ വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് ഈ ക്ലോത്ത് ജോയിൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നെക്കിൻ്റെ പോർഷനിലായിട്ട് വച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ക്ലോത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് നമ്മുടെ നൈറ്റി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ചുരിദാർ കട്ട് മോഡൽ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ പോട്ട്ലി ബട്ടൺസ് കൊടുത്ത് ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിരുന്നു. ഇതുപോലെയാണ് ആ ഡിസൈൻ വരുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റി മോഡലാണിത്. 53 ഇഞ്ചാണ് നമ്മൾ ഈ നൈറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാധാ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ നൈറ്റി മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.